കുഴഞ്ഞുപോയി. വല്ലപ്പോഴൊക്കെ നടക്കാൻ പോണം. വിളക്ക് തേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയട്ടെ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്. മണിക്കൂറിന് മുമ്പൊക്കെ നമ്മൾ തലയിൽ എണ്ണ തേച്ച് 4:30 ആയതേ ഉള്ളൂ കേട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും വൈകുന്നേരത്തെ കാഴ്ചയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇരുന്ന് മടുക്കുവാണെന്ന്, എങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ മാമിയൊക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പം മാമിയുടെ വീട്ടിലോട്ട് അമ്മയും കൂട്ടി നടന്നു പോയാലോ എന്നാണ് എൻ്റെ ഇന്നത്തെ വിചാരം കേട്ടോ. അപ്പം നേരത്തെ ഇന്ന് പെരയും ഒക്കെ വീടും എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം പോകേണ്ടത്. അപ്പം അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ചായിക്ക് അമ്പലത്തിലേക്ക് വേണ്ട ചെറിയൊരു ലിസ്റ്റ് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് എഴുതാം. അത് എഴുതിയിട്ട് ബാക്കിയുള്ള ജോലിയിലോട്ട് പോവാം. ഇവിടെ അമ്മ കുറച്ച് പണി ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അമ്മയുടെ വൈകുന്നേരത്തെ പണികൾ നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ. കതകും ജനലും ഒക്കെ വൈകുന്നേരം തൂക്കുന്നതിന് മുമ്പ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതാണ് അമ്മയുടെ ജോലി അല്ലേ? കണ്ടോ, ഇതാണ് അച്ചായിയുടെ ലെറ്റർ പാഡാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ അച്ചായിക്ക് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാറുണ്ടേ. അച്ചായിയുടെ ലെറ്റർ പാഡ് എന്ന് പറഞ്ഞ കേട്ടോ. വിഷ്ണു ശാന്തി, ഇടുക്കി, ശ്രീ മീനാക്ഷി അമ്മൻ കോവിൽ, പട്ടത്താനം. ഫോൺ നമ്പർ. ആർക്കെങ്കിലും ജ്യോത്സ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ എൻ്റെ അച്ചായിയെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അച്ചായിയുടെ ഫോൺ നമ്പറാണ് ഈ കാണുന്നത്. കണ്ടോ, ഫോൺ നമ്പറാണിത്. അപ്പം ഞാനൊന്ന് എഴുതി കൊടുക്കട്ടെ കൂട്ടുകാരെ അച്ചായിക്ക് കേട്ടോ. അപ്പം ഈ വരുന്ന 25, 26 ഒക്കെ പട്ടത്താനം ശ്രീ മീനാക്ഷി അമ്മൻ കോവില്, അതായത് അച്ചായി നിൽക്കുന്ന അമ്പലത്തിലെ വാർഷിക കേട്ടോ, പ്രതിഷ്ഠാ വാർഷികമാണ്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. 4:30 ആയതേ ഉള്ളൂ കേട്ടോ വൈകിട്ട്. മഴയെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിലായിട്ടുണ്ട്, ചൂടാണ് വീണ്ടും. അച്ചായിക്ക് ഒന്ന് നേരത്തെ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് അച്ചായി അങ്ങ് പോയി. ഇനി നമ്മുടെ ബെഡ്റൂമില് കഴുകിയ പുതിയ ബെഡ്ഷീറ്റും പുതിയ തലാണിയൊക്കെ മാറ്റാൻ പോവാണ് കേട്ടോ. ഞാനൊരു 2-3 ദിവസം കൂടുമ്പോഴത്തേക്കൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാറുണ്ട്. അമ്മയാണെങ്കിൽ അടുത്ത ഞങ്ങളുടെ റൂമിലേക്ക് വന്നേക്കോ ജനൽ ഉടയ്ക്കാൻ അല്ലേ അമ്മേ? വൈകുന്നേരം എങ്ങനെയുണ്ട് പണി? ഇരട്ടി ജോലിയാ കൂട്ടുകാരെ കേട്ടോ. എല്ലാ വീടുകളിലും അങ്ങനല്ലേ. പിന്നെ എന്താ പറയാ, വൈകുന്നേരം അത്താഴം കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന വീടാണെങ്കിൽ പറയണ്ട, എല്ലാ പരിപാടിയും നമുക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് വെയിലുള്ളത് കൊണ്ട് നമ്മുടെ തലാണിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെയിലത്ത് ഉണങ്ങാൻ വെച്ചേക്കുക. ഷീറ്റിൽ ഇവിടം വരെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. വെയിലത്ത് പോയി നമ്മുടെ തലാണിയൊക്കെ ഉണങ്ങാൻ വെച്ച് ഇത്തിരി ചൂടായി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൂക്കാൻ ഇറങ്ങണമെങ്കിൽ വെയിലിനൊരു ഇത് വന്നാലേ ഇറങ്ങാൻ പറ്റും കേട്ടോ, അല്ലെ ഭയങ്കര വെയിലായിരിക്കും. അയ്യോ കണ്ടോ, അപ്പോഴത്തേക്ക് നമ്മുടെ പില്ലോ കവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിരത്തി വെക്കാം. അപ്പൊ വൈകിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ്. എണ്ണ നേരത്തെ ഒന്ന് തേച്ചെടുക്കും കേട്ടോ. നമ്മളിപ്പം ഏത് ഹെയർ ഓയിൽ ആയാലും ശരി, ഒരു അരമണിക്കൂറിന് മുമ്പൊക്കെ നമ്മൾ തലയിൽ എണ്ണ തേച്ച് വെച്ചിട്ട് എല്ലാ ജോലികളും ചെയ്യുവാണെങ്കിൽ ജോലി നടക്കും, തലയിൽ ആ എണ്ണയൊന്ന് പിടിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പിന്നെ ഇപ്പം ഈ PCOD ഒക്കെ ഉള്ളത് കൊണ്ട് മുടി നമ്മളിപ്പോൾ എന്തോ ചെയ്താലും തന്നെ പൊഴിയും. അത് ആ ഒരു PCODയുടെ പ്രത്യേകതയാണല്ലോ. അപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മുടിയുള്ള ഞാനായിരുന്നു കേട്ടോ. ഇവിടം വരെ മുടിയുള്ള ഞാനായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, മുടി പോവാനും വരാനും ഒക്കെ. ഇപ്പൊ എണ്ണ കേൾക്കുക. അമ്മയുടെ അടുത്ത ജോലിയാണ് കേട്ടോ, ബാത്റൂം കഴുകാൻ പോയിരിക്കും അല്ലേ അമ്മേ? ബാത്റൂം കഴുകുക അടുത്ത പണിയാണ്. ബാത്റൂം കഴുകാം. അപ്പൊ അതിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ നേരത്തിന് നമുക്ക് പോയി പെര തൂക്കാം. ഇവിടെ ഭയങ്കര പല്ലിയുടെ ഒരു ശല്യമുണ്ട് കൂട്ടുകാരെ കേട്ടോ. നമുക്ക് വീട്ടില് എപ്പോഴും നോക്കിയാലും പല്ലിയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണേ. ഒന്നുകൂടാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ പൂച്ചയുണ്ട്. ആ പൂച്ചയെ നമ്മൾ കുറച്ചൊരു 5 മിനിറ്റത്തേക്ക് പെരക്കകത്തൊന്ന് കേറ്റാമെങ്കിൽ ആ പൂച്ച എല്ലാ പല്ലിയും ഒന്ന് ശരിയാക്കി തരും കേട്ടോ. പിന്നെ എന്നെ കൊണ്ടാണെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ പെര കംപ്ലീറ്റ് ഒന്ന് തൂത്തിട്ട് വരാം.
പെരയെല്ലാം തൂത്ത് കഴിഞ്ഞത് സിറ്റ് ഔട്ട് തൂക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. എൻ്റെ പൊന്നോ, മഴയായിരുന്നപ്പോൾ മഴയുടെ ബഹളം, വെയിലായിരുന്നപ്പോൾ അതെ വെയിലിൻ്റെ ബഹളം. എന്ത് ചെയ്യാനാണല്ലേ, നമുക്കൊരു 4:30-5 മണി ഈ സമയത്തൊക്കെ നമ്മുടെ സിറ്റ് ഔട്ടിലെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഭയങ്കര വെയിലടിക്കുന്ന സമയം കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ തൂക്കാതിരിക്കാൻ പറ്റും, നമുക്ക് കൃത്യസമയത്ത് വിളക്കൊക്കെ കത്തിക്കണ്ടേ അല്ലേ. അങ്ങനെ എന്തായാലും ഞാൻ സിറ്റ് ഔട്ടല്ല, ഒരു വെയിലൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ, എല്ലാം തൂക്കുകയും ചെയ്ത്. എന്നാൽ പിന്നെ ഇന്നാണെങ്കിൽ നേരത്തെ ഇച്ചിരി നമുക്ക് എല്ലാ ജോലിയും തീർക്കണം, കാരണം മാമിയുടെ വീട്ടിലോട്ടൊന്ന് വരണ്ടേ, വലിയ ദൂരമില്ല, എന്നാലും വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോവാറുള്ളൂ കേട്ടോ. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ, നമ്മുടെ പെര അങ്ങോട്ട് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞ് ഇൻ്റർലോക്ക് തൂക്കുന്നതാണ് കേട്ടോ. വലിയ ഇലകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻ്റർലോക്കിൻ്റെ വിടവിലൊക്കെ മണ്ണുകൾ കാണും ചെറുതായിട്ട്. അതെല്ലാം കൂടെ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് തെറിച്ച് വരും. നമ്മൾ ഞാനാണ് രാവിലെയും തൂക്കും വൈകിട്ട് നോക്കും കേട്ടോ. എന്നാലും അതിങ്ങനെ തെറിച്ച് കിടക്കുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വലിയ പാടാണ് കേട്ടോ. എന്നാലും എനിക്കാണെങ്കിൽ 2 നേരം രാവിലെ ഇൻ്റർലോക്ക് തൂക്കും, ഞാൻ വൈകിട്ടും തൂക്കും കേട്ടോ. അങ്ങനെയാണല്ലോ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെയൊക്കെ പെണ്ണുങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ മിറ്റും എല്ലാം അടിച്ചിട്ട് മാത്രമേ അവർ ശരിക്കും അടുക്കളയിൽ പോലും കയറിയിരുന്നുള്ളൂ അല്ലേ. ഇപ്പോഴത്തേക്ക് ബിസി ലൈഫ് ആയപ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഇതിനൊന്നും നേരമില്ലാത്തത്. പിന്നെ വൃത്തിയുള്ളവർ എത്ര ബിസി ലൈഫ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ എന്തായാലും ഇൻ്റർലോക്കിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, തൂപ്പ് കേട്ടോ. ഇതും കൂടെ തൂത്തിട്ട് വേണം എനിക്കിനി മിറ്റം തൂക്കാനായിട്ട് പോകേണ്ടത്. തൂപ്പ് ഇങ്ങനെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ലേറ്റായി മിറ്റം തൂക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മിറ്റം തൂക്കാൻ ഇറങ്ങി ഇത്തിരി താമസിക്കും കേട്ടോ. കാരണം ഒരു പോച്ച കണ്ടാലും ഇല്ല പറഞ്ഞ അത് പിച്ചി മാറ്റിയിട്ട് ഞാൻ മിറ്റം തൂത്ത് പോകത്തുള്ളൂ, അല്ലേ പിന്നെ മെനക്കേട് നമുക്ക് തന്നെയാണെന്നേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തിന് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ ഐശ്വര്യ ചേച്ചിയായിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ. ഐശ്വര്യ ചേച്ചി ഈ നേരത്തിന് അവിടെ വീട്ടിൽ തൂത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മിറ്റും എല്ലാം തൂത്തുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ഇപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പൊടിയില്ലാതെ തൂത്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും എളുപ്പം കേട്ടോ. ഈ ഒരു സൈഡ് തൂത്ത് ഇവിടുന്ന് തന്നെ ഞാൻ വാരി അങ്ങ് കൊണ്ടുപോയി തീടാൻ പറ്റുന്നില്ല ഇപ്പം നമുക്ക് മഴ ആയതുകൊണ്ട്. എന്നാലും വെയിലുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും, പെട്ടെന്ന് ഉണങ്ങി കിട്ടി നമുക്ക് തീയിടാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണേ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വിളക്ക് തേപ്പാണ് കേട്ടോ. അപ്പോൾ വിളക്ക് തേക്കാൻ പോവുകയാണ്. വിളക്ക് നമ്മൾ പുറത്ത് നമ്മുടെ കല്ലുണ്ട്, ആ കല്ലിൽ വെച്ചാണ് ഞാൻ വിളക്ക് പുറത്ത് തേക്കാറ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വിളക്ക് തേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വിളക്കെല്ലാം ഒന്ന് തേച്ചെടുക്കട്ടെ. ഞാൻ വിളക്ക് തേക്കാറ് നാരങ്ങയും സബീനയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ. എന്തായാലും ഇന്ന് എനിക്ക് നാരങ്ങ ഇട്ട് തേക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സബീനയും ചവരിയും മാത്രം ഇട്ട് വിളക്ക് പെട്ടെന്ന് തേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഇനി കുളിക്കാൻ പോകുന്ന നേരം കൊണ്ട് വിളക്ക് അങ്ങോട്ട് തേച്ച് കൊടുത്ത് അമ്മ വിളക്ക് തേച്ച് തുടച്ചങ്ങ് കത്തിച്ചോളുമല്ലോ. അപ്പൊ കൂട്ടുകാരെ, എൻ്റെ ഒരുവിധം വൈകുന്നേരത്തെ പണികൾ കംപ്ലീറ്റും തീർന്നു കേട്ടോ. ഇനി കുളിക്കാൻ പോവാണ്. ഇനി കുളിച്ചിട്ട് വന്ന് ഒരുങ്ങി വിളക്കെല്ലാം കത്തിച്ചിട്ട് വേണം മാമിയുടെ വീട്ടിലോട്ടൊന്ന് പോകേണ്ടത്. ഒരു കുളിയെല്ലാം കഴിഞ്ഞ് എന്താ പറയണ്ടേ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പം മാമിയുടെ വീട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അമ്മയും ദേണ്ട കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒരുങ്ങി മാമിയുടെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ ട്രെയിൻ പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ വഴിത്താരയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ടാർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് റോഡെല്ലാം ഇങ്ങനെ കുത്തി ഇളക്കി ഇട്ടേക്കുക. അപ്പോൾ അതെ അമ്മ ഇങ്ങനെ വലിയ സന്തോഷത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തുവാ നിൽക്കുന്നേ? കുഴഞ്ഞു പോയി. വല്ലപ്പോഴൊക്കെ നടക്കാൻ പോണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് വെച്ച്. കൂട്ടുകാരെ, നമ്മളിതാ മാമിയുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പണി നടക്കുവാണ് റോഡിൻ്റെ. കൂട്ടുകാരെ, നമ്മളിതാ മാമിയുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടാണ് മാമി താമസിക്കുന്നത്. അപ്പം മാമിയുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാമി വിളക്കുമൊക്കെ കത്തിക്കുവാണ്. ഇതാണ് കൂട്ടുകാരെ മാമിയുടെ പൂജാമുറി കേട്ടോ. മാമി ഇതാ വിളക്കും എല്ലാം കത്തിച്ച് നല്ല ഐശ്വര്യത്തിൽ വെച്ചേ കേട്ടോ. മാമിക്ക് എല്ലാ ദൈവങ്ങളും ഉണ്ട്, ഗണപതി മുരുകനും ഒക്കെയുണ്ട് കേട്ടോ. ഇത് ഞാൻ പളനി പോയപ്പോൾ മാമിക്ക് മേടിച്ചു കൊടുത്തതാണ്, മുരുകസ്വാമിയെ. കണ്ടോ, ഇതാണ് മാമിയുടെ ഒരു പൂജാമുറി എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ ഡെയിലി വ്ളോഗായിരുന്നു കേട്ടോ. വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഡെയിലി ഒരു വൈകുന്നേരത്തെ വ്ളോഗായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഷോർട്സ് വീഡിയോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും നമ്മുടെ ലോങ് വീഡിയോ എല്ലാ ദിവസവും വൈകിട്ട് 8:30ക്കുമാണ് രാത്രി വരുന്നത്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.